പിന്നെന്താ കഴിച്ചേ? ചപ്പാത്തി. പിന്നെന്താ കഴിച്ചേ? ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് നമ്മുടെ എല്ലാവരുടെയും ഞങ്ങളുടെ 3 പേരുടെ ഹെയർ കട്ടാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുമെന്ന് അറിയില്ല, എനിക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര മാനസിക സംഘർഷം. പക്ഷെ മുടി കംപ്ലീറ്റ് പോയി. നമ്മുടെ ആ ട്രിപ്പില് മുടി കംപ്ലീറ്റ് കൊഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പം ഞാൻ കട്ട് ചെയ്യുകയാണെങ്കിൽ ഷോർട്ടാക്കി കട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ജസ്റ്റ് ഹെയർ എന്തെങ്കിലും സ്പായോ മറ്റോ ചെയ്തിട്ട് വരും. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ പാർലറിലൊന്നും. എന്തായാലും ഇവരെ കട്ട് ചെയ്യണം. അമ്മൂന്റെ ഞങ്ങളല്ല കട്ട് ചെയ്തത് മുടി, അപ്പൊ അതിങ്ങനെ കക്കിരി പീക്കിരിയായി ഇപ്പൊ വളർന്നു. അപ്പൊ അതൊന്ന് ലെയർ കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ പാർക്കുട്ടിയുടെ മുടി കുറച്ചും കൂടി വളരാണ്ട്. അപ്പൊ നമ്മൾ ആകെ ഒരു പ്രാവശ്യമാണ് മുടി എന്താ പറയാ മൊട്ടടിച്ചിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു അവര് അവിടെ ചെയ്യും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു മുടി ഒന്ന് മൊട്ടടിക്കാന്ന്. അപ്പൊ ഇതാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ എന്റെ മുടിയും മമ്മൂട്ടിയുടെ മുടിയും പാർട്ടിയുടെ മുടിയൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് കോലം എന്നൊക്കെ ഉള്ളത് ബിഫോർ. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഇങ്ങനെ പെട്ടിട്ടിരിക്കുക. സത്യം പറഞ്ഞാൽ എന്താന്ന് അറിയോ, ഞങ്ങൾ എല്ലാവരും ഡ്രസ്സ് മാറി ഇറങ്ങിയപ്പോ ഉണ്ട് വണ്ടി മിണ്ടണില്ല. കാറിലെന്തോ ഹാങ് ആയി. അപ്പൊ ചേട്ടൻ പറഞ്ഞ എപ്പോ വരാൻ പറഞ്ഞിട്ട് മെക്കാനിക്കിന് നോക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ അവര് വന്നിട്ട് വേണം റെഡി ആക്കിയിട്ട് പോവുള്ളൂ. ചിലപ്പോ ഇന്ന് പോവോന്ന് തന്നെ അറിയില്ല. നമ്മൾ ഇന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് തൃശ്ശൂര്. അപ്പൊ ഞാൻ ഓൾറെഡി ഞങ്ങൾ ചൊവ്വാഴ്ച പോവാന്ന് വിചാരിച്ചേ. എന്താ വെച്ചാല് ചൊവ്വാഴ്ച നമ്മുടെ ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ വരുമ്പോൾ മുടക്കിട്ടിയാലോ എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പൊ കിട്ടിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് സാറ്റർഡേ പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇറങ്ങാൻ നിന്നു. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ പുലുവാലി ഇത് പെട്ടത്. അപ്പോ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പതേ ഞങ്ങളിങ്ങനെ അന്തവും കുന്തല്ലാണ്ട് ഇരിക്കുക. ചേട്ടനും വരണം നോക്കിയിട്ട് പോവാൻ പറ്റുമോ പറ്റില്ലേ എന്ന് ആലോചിച്ചിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് പാകുട്ടിയുടെ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമ്മള് എപ്പോഴാണ് പോകാൻ പറ്റണം അപ്പൊ ബാക്കി വീഡിയോന്റെ ബാക്കി എടുക്കൂട്ടാ. എന്തായാലും നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ കേട്ടോ. എൻ്റെ ഹെയർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിറയെ ഇങ്ങനെ മുടി പൊട്ടി നിൽക്കുകയാണ്. പിന്നെ തുമ്പ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് സങ്കടം തോന്നും. അതുമാതിരി ആയിട്ടോ നമ്മൾ ആ ഒരു 1 മന്ത് ട്രിപ്പ് പോയിട്ട് ഫുള്ള് നമ്മൾ ഉപ്പുവെള്ളത്തിലായിരുന്നു കുളിച്ചായിരുന്നു, ഹാർഡ് വാട്ടർ. അതായത് അവിടെ നോർത്തിലേക്കല്ല പോയായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു മാസം തല കുളിക്കാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു കെയറിങ് ഒന്നുമില്ല. പിന്നെ കംപ്ലീറ്റ് മുടി കൊഴിഞ്ഞു. മെയിനായിട്ട് ഈ ഉപ്പുവെള്ളം കൊണ്ടാണ് അത് ഡാമേജ് ആയി എന്ന് പറയാം. കൊഴിച്ചിലേക്ക് കൂടുതൽ ഫുള്ള് മുടി പൊട്ടി പോയി. അപ്പോൾ അതാണ് നമ്മൾ കട്ട് ചെയ്യാന്ന് ഓർത്ത് നിൽക്കണേ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ആ ഒരു ഗ്ലോയിങ്ങും ഒക്കെ നഷ്ടപ്പെട്ടു. മുടി കംപ്ലീറ്റ് ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ മുടി നമ്മളത് കട്ട് ചെയ്യാൻ നല്ലത്. അതായത് പൊട്ടി ഇങ്ങനെ കംപ്ലീറ്റ് പോവുകയാണെങ്കിൽ എന്നാലും നമുക്ക് ആ ഒരു വീണ്ടും ഒരു കെയർ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ പാറുട്ടീൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഭയങ്കര തൂവൽ മാതിരി ഇരിക്കണം. അപ്പോൾ അത് ഒരു 2 തവണയെങ്കിലും ഹെയർ കംപ്ലീറ്റ് ഷേവ് ചെയ്താലാണ് ഒന്നും കൂടി നല്ല കട്ടിക്ക് വരുള്ളൂ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കണേ. പിന്നെ അമ്മൂട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അമ്മൂട്ടിയുടെ മുടി നമ്മൾ പിടിച്ചിങ്ങനെ ഒരു ഒപ്പം വെച്ച് വെട്ടിയുണ്ട്. ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കോടിയിട്ടേക്കാണ് നിൽക്കണേ. അപ്പോൾ അവൾക്ക് അത് സെറ്റ് ചെയ്യണം എന്ന് എന്നോട് കുറേ നാളെ പറയണു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അവളെയും കൊണ്ടുപോകാം, എന്തായാലും പോവല്ലേ. അപ്പോൾ അതൊന്ന് ലെയർ കട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം എന്ന് ഓർത്തിട്ടാട്ടോ നമ്മളിങ്ങനെ പോവാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ വണ്ടി ശരിയായി. അപ്പം ഞങ്ങളിത് ഇവിടെ ഇങ്ങനെ ഇരിക്കാണ്. വണ്ടി ശരിയായിട്ടാ. ഹായ് പറയൂ അല്ല ഹായ് പറയൂ. ഹായ്. അപ്പൊ ഞങ്ങള് വണ്ടി ശരിയായി ഒരു മെക്കാനിക്കിനെ കൊടുന്നിട്ട്. അപ്പൊ ഞങ്ങള് ഇന്നലെ ഡോർ അടച്ചപ്പോ അതിന്റെ എന്തോ ഡോറ് ശരിക്കും അടഞ്ഞിട്ടില്ല അല്ലമ്മോ അതിന്റെ. അപ്പൊ അങ്ങനെയാന്ന് വിചാരിക്കുന്നു ബാറ്ററി ഡൗൺ ആയി, അതാണ് ഉണ്ടായത്, വേറെ ഒന്നല്ല. അപ്പൊ ആള് വന്ന് സെറ്റാക്കി. അപ്പൊ ചേട്ടൻ ആളെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി പോയിട്ടുണ്ട് തിരിച്ച്. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അപ്പൊ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത സമയം 12 മണിയാണ്. പക്ഷെ ഇപ്പൊ അത് 12 മണി ഏകദേശം ആവാറായി. 11:30 അല്ലേ? നോക്കിയോക്കിയ 11:30 അല്ലേ? അപ്പോ നമ്മള് ഇറങ്ങാൻ പോവാണ്. ചേട്ടൻ വന്നിട്ട് വേണം. അപ്പോ ഇനി അവിടെ ചെല്ലുമ്പോ എന്തായാലും ലേറ്റ് ആവും. ഇനിയിപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് എന്തായാലും ഇവിടെ എത്തുമ്പോൾ എന്തായാലും 1-2 മണിയാവും. അപ്പോൾ പിന്നെ ആ സമയത്ത് വേറെ ആൾക്ക് കൊടുത്തിട്ട് ബുക്കിംഗ് ഉണ്ടെങ്കിൽ അവരൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ. അപ്പോൾ എന്തായാലും നമ്മളിന്ന് നേരം വൈകും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പിന്നെന്താ, ഇവിടെ ഭയങ്കര ഈച്ച. എത്ര നാളായിരുന്നു റീച്ച ശല്യം കൊണ്ട് ഭയങ്കര ഈച്ച. നമ്മളിവിടെ പ്രത്യേകിച്ച് ഒന്നും വെച്ചില്ലെങ്കിലും, ഫുഡൊന്നും പുറത്തൊന്നും തുറന്ന് വെച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ താഴെ ഒന്നും പോയിട്ടില്ലെങ്കിലും ഈച്ചയുടെ കളി പാർക്കുട്ടി വീഴും. നിങ്ങളുടെ അവിടെ ഉണ്ടോന്ന് പറഞ്ഞോളൂ കേട്ടോ. ഞങ്ങൾ വന്നിട്ട് ഈച്ചക്കണിയൊക്കെ വെച്ചു. അങ്ങനെ
അപ്പൊ അമ്മൂട്ടിക്ക് ചെറുതായിട്ട് പനിയുണ്ട്. പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്തായാലും അവര് ഹെയർ വാഷ് ചെയ്യും. പക്ഷെ നിവർത്തിയില്ല. എന്താന്ന് വെച്ചാല് അമ്മൂന് ക്ലാസ്സില്ലാത്തപ്പോഴാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ അമ്മൂനോട് പറഞ്ഞു ഞങ്ങൾ കട്ട് ചെയ്തോളാം നമുക്ക് പിന്നെ. അപ്പം അമ്മൂന് വേണ്ട, എനിക്കും കട്ട് എൻ്റെ മുടി ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയോ, ഞാൻ ഒരു വട്ടം മുടി വെട്ടി നിങ്ങൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. 2021 ആ ഒരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. 2021 നമ്മൾ മുടി വെട്ടിയത്. അപ്പം അന്ന് ഇതുപോലെ ഞാൻ അന്ന് പാർലറിൽ പോയിട്ട് പിന്നെ പോയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് പോയില്ലേ, എന്താ പറയുക, ഒരു മീറ്റിങ്ങിന് പോയി. നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു അന്ന് നമ്മൾ സെപ്റ്റംബറിൽ. അപ്പം അന്ന് പോയപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് മുടി സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ നമ്മുടെ സബീനേൻ്റെ കൂടെ പോയത്. അപ്പോൾ അവൾക്കും ഹെയർമേ സെറ്റ് ചെയ്യാണ്ടായിരുന്നു, ഹെയർ സെറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ അവളുടെ കൂടെ പോയപ്പോൾ വേറെ വെട്ടേം പിടിക്കുകയൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഒരു സ്പാ ചെയ്തു, അത്ര തന്നെ. അപ്പം നമ്മൾ ചെയ്യാൻ പോണത് ഇതാണ് മെയിൻ ഹെയർ കട്ട്. അപ്പോൾ 2021 ശേഷം അതിൽ ഡെലിവറി, എന്താ പറയുക, പ്രഗ്നൻസി വന്നു, ഡെലിവറി വന്നു, ഹെയറിൻ്റെ എന്താ പറയുക ഹോർമോൺ ചേഞ്ചസ് പലവിധം മാറിപ്പോയി. ഇപ്പോഴും എന്താ പറയുക പാട്ടം ഡിപ്രഷനും അങ്ങനത്തെ ആ സ്റ്റേജിലൂടെയൊക്കെയാണ് നമ്മൾ പോകണം. ഡിപ്രഷനൊന്നും ഇല്ല, എന്നാൽ ചെറുതായിട്ടൊക്കെ ഉണ്ടാവും, എല്ലാ അമ്മമാർക്കും ഉണ്ടാവും അത്. അങ്ങനെ അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് പോണത്. കണ്ടില്ലേ ചക്കപ്പൊക്ക. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതിൻ്റെ കൂടെ കുറേ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അന്നത്തെ ശേഷം 2021 ശേഷം നമ്മൾ മുടി വെട്ടാൻ പോവാണ്. അപ്പം ഞാൻ വെട്ടാണെങ്കിൽ ഇത് ഈ ഒരു മുടിയുടെ ലെങ്ത്തിൽ, ഇത് ഈ ലെങ്ത്ത്, ആ ലെങ്ത്തിൽ മുടി വെട്ടും. ഇല്ലെങ്കിൽ വെട്ടില്ല. വെട്ടാനാണെങ്കിൽ താല്പര്യം, കാരണം മുടി ആ ചൂലും കെട്ട് മാതിരി ആയിരിക്കണം, ഒരു വൃത്തിയില്ല. നമ്മുടെ പാറക്കുട്ടി ഉണ്ടല്ലോ, ഫുഡിന്റെ ഒക്കെ പേര് പറയാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പാറക്കുട്ടി എന്താ കഴിച്ചേ പറയൂ, എന്താ പാപ്പ കഴിച്ചേ, എന്താ കഴിച്ചേ? പറഞ്ഞേ തപ്പ പറയൂ, ചപ്പാത്തി പറയൂ. ചപ്പാത്തി. പിന്നെന്താ കഴിച്ചേ? ചപ്പാത്തി. പിന്നെന്താ കഴിച്ചേ? ചപ്പാത്തി. സത്യം പോലെ നമ്മളിന്ന് ചപ്പാത്തി അല്ല, സത്യം പോലെ നമ്മളിന്ന് ചപ്പാത്തി അല്ല കഴിച്ചേ. ഇന്നെന്താ കഴിച്ചമ്മോ? ഇന്ന് നമ്മള് ദോശ, പിന്നെ ദോശ, ചപ്പാത്തി നഹി നഹി, ദോശ പറഞ്ഞേ. ജീമ്യ മാങ്ങ പറയാ, മാങ്ങ 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 ഞാമ മാങ്ങ മാങ്ങ ഞാമ. ഞങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങോട്ടാണ്, അവിടുന്ന് ഇങ്ങോട്ടല്ല. നമ്മള് പിന്നെ അതുപോലെ തന്നെ വേറെ എന്തൊരു വാക്കും കൂടി പറഞ്ഞു, മാന ഞാമ മാന. മരുന്നിനെ മാന്നാന്നാണ് പറയേ. അപ്പൊ മാനൻ നാമ. ഞങ്ങളൊക്കെ ബാക്കിന്ന് വരുന്നത് അല്ലേ, പറഞ്ഞു ബാക്കിന്ന് വരുന്നത്, ബാക്കി. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ചേട്ടൻ വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി. അപ്പൊ ഏകദേശം 12 മണി കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങിയപ്പോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ടാവാം ഇനി നമ്മള് പാർലറിലേക്ക് പോവാന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടത്തെ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു 3 മണി 4 മണിക്ക് ആയാലോ എന്ന് വിചാരിച്ചിട്ട് ലേറ്റ് ആയി കഴിഞ്ഞ പിന്നെ ഉണ്ണിക്കും എല്ലാവർക്കും വിശക്കില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പോണ വഴിക്ക് ഒരു ഹോട്ടലിൽ കയറിട്ടോ. എന്നിട്ട് ആ ഹോട്ടലിൽ കയറിയിട്ട് ഇതേ പാറക്കുട്ടിക്ക് ഒരു സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പൊ നമ്മള് എന്താ പറയാ ഊണൊന്നും ഓർഡർ ചെയ്തില്ല, പക്ഷെ അവർ നമുക്ക് പായസം കൊടുന്നു കേട്ടോ. ഉണ്ണിനെ കണ്ടിട്ട് എന്താണെന്ന് അറിയില്ല, ചെറിയ ഗ്ലാസ്സിൽ സേമിയ പായസം ഓർഡർ ചെയ്ത് നമുക്ക് കൊടുന്നു. അപ്പൊ അത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോ ഞാന് ഇപ്പൊ ഫുള്ള് എന്താ പറയാ ഫിഷ് മാത്രം വെച്ചിട്ട് കഴിക്കും, ബാക്കി നോൺ വെജ് ഒക്കെ ഒഴിവാക്കിയേക്കാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാന് ഒരു പൊറോട്ട മേടിച്ചു. കുറെ കാലമായി പൊറോട്ട കഴിച്ചിട്ട്. അപ്പൊ ഒരു പൊറോട്ട നമ്മുടെ എന്താ പറയാ വെജിറ്റബിൾ കറി മേടിച്ചു. ചേട്ടൻ പൊറോട്ടന് മേടിച്ചു, പക്ഷെ ബീഫാണ് മേടിച്ചത്. അമ്മൂന് ഒരു ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി മേടിച്ചു കേട്ടോ. അപ്പൊ ബിരിയാണിയുടെ ആ ഒരു മുകളിലത്തെ എരിവില്ലാത്ത റൈസ് അവൻ പാറുട്ടിക്ക് ഇഷ്ടം, അപ്പൊ അത് കഴിക്കും. അപ്പൊ അത് പാറുട്ടിക്ക് ഞാൻ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോ നമ്മുടെ ഫുഡ് അങ്ങനെ കഴിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇതില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ പാറുട്ടിക്ക് ഭയങ്കര ഇതായിരിക്കും, അങ്ങനെ ഇരിക്കാൻ കുറച്ച് പാടാവേ. അപ്പൊ അതാണ് ഞങ്ങൾ പിന്നെ കഴിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചത്. അപ്പൊ നമ്മൾ അങ്ങനെ അതേ പാറുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ബിരിയാണിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൊടുത്തു. പപ്പടം ഒക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പൊ ഞാൻ അതേ ഒരു പൊറോട്ട എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പാർലറിലെത്തിയപ്പോ പാറുട്ടിയുടെ മുടി ഷേവ് ചെയ്യാൻ പറ്റിയില്ല. കാരണം പാറുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. ഈ ഒരു ക്ലോത്ത് ഇട്ട് പോയി തുടങ്ങിയ ആൾ കരച്ചില്. നമ്മൾ പഴനി പോയപ്പോൾ ആളെ സിമ്പിൾ ആയിട്ട് മുടി വടിക്കാനൊക്കെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് ഭയങ്കര കരച്ചിലായിരുന്നു. അതിന്റെ ഇടയിൽ അമ്മൂനെ കൊണ്ടുപോയിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് അമ്മൂന് ഹെയർ അങ്ങനെ കട്ടിയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തു മാത്രമേ ഉള്ളൂ. പാറുട്ടിയെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. പാറുട്ടി എന്താ അവര് ട്രിം ചെയ്യുക ചെയ്തേ. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ ഞങ്ങൾ അവൾ ഉറങ്ങിയപ്പോ
വന്നപ്പോൾ കംപ്ലീറ്റ് ഷേവ് ചെയ്തു കേട്ടോ ചേട്ടൻ. അപ്പൊ ദേ ജസ്റ്റ് ട്രിം ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഇങ്ങനെ ഹെയർ കുറ്റിയായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അവള് ഉറങ്ങി നല്ല നേരമൊക്കെ നോക്കി ഞങ്ങൾ ഫുള്ള് ഷേവ് ചെയ്ത്. അവൾക്ക് ആ ഒരു ക്ലോത്ത് നമ്മളിങ്ങനെ കവർ ചെയ്ത് നമ്മുടെ ഡ്രസ്സിലൊന്നും ഹെയർ ആവണ്ടിക്കാൻ വേണ്ടിയിട്ടില്ലേ, അത് അവൾക്ക് പറ്റിയില്ല. അത് ഇട്ടപ്പോൾ തുടങ്ങി ഭയങ്കര കരച്ചില്ല. അവൾ ഇത്ര എന്താ പറയാ അലമ്പാക്കൊന്നും ഞാൻ വിചാരിച്ചില്ല. ഭയങ്കര വയലൻസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പിടിച്ചിങ്ങനെ അടിക്കുകയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ ദേ നമ്മുടെ അമ്മുക്കുട്ടീന്റെ മുടി കംപ്ലീറ്റ് സെറ്റ് ചെയ്തു. ലെയർ കട്ടാണ് ചെയ്തത്. പിന്നെ അവളുടെ മുടി ഓൾറെഡി കുറവല്ല, അപ്പൊ അത് ഇനി വളരുമ്പോഴാണ് ഭംഗി അറിയുള്ളൂ. എന്താ പറയാ ലെയർ കട്ടിന് ആ ഒരു ഇതുണ്ട്. അതിന് ശേഷം ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ എന്നോട് അവർ പറഞ്ഞു, എന്റെ മുടി കണ്ടപ്പോൾ അവർ പറഞ്ഞു കട്ട് ചെയ്യാൻ നല്ലത് ഷോർട്ട് ആക്കാന്ന്. അപ്പൊ ദേ എന്റെ ഹെയർ വാഷ് ചെയ്യണു. കാരണം വെച്ചാൽ ഹെയർ കംപ്ലീറ്റ് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പൊട്ടി പോവാണ്. നമ്മൾ പിടിക്കുമ്പോ തന്നെ ഹെയറിന്റെ തുമ്പ് അല്ലെങ്കിൽ ഹെയർ നോക്കി കഴിഞ്ഞാൽ നമ്മളെ ബിഫോർ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഹെയർ ഇങ്ങനെ പൊട്ടി ആകെ ഇങ്ങനെ പൊട്ടി നിൽക്കുക. അങ്ങനെ നമ്മളിതേ കംപ്ലീറ്റ് എന്താ പറയാ കുളിച്ച് ആ തല കഴുകി അത് നേരെ നമ്മൾ ഇനി കട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാനിപ്പോ ഭയങ്കര എന്താ പറയാ ഒരു മാനസിക സംഘർഷം വരില്ല അതുണ്ടായിരുന്നു. പിന്നെ മുടി ഇങ്ങനെ ഡാമേജ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര വിഷമം തോന്നിയില്ല. കാരണം വെച്ചാൽ നമുക്കിനി വളർത്തിയെടുക്കാമല്ലോ. നമ്മളിപ്പോ 2021 നമ്മൾ ഹെയർ കട്ട് ചെയ്തത്. അതിനുശേഷം ഇപ്പൊ 2024 വെട്ടുന്നു. അപ്പോഴേക്കും നമ്മുടെ മുടി സെറ്റ് ആവും. എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. മുടി ഇനി വളരില്ല എന്നുള്ള വിഷമമൊന്നുമില്ല. എന്നാലും കട്ട് ചെയ്തപ്പോ ഒരു ഇത്. പിന്നെ ഞാനിതുവരെ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ കേൾ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അത് രസം ഉണ്ടായിരുന്നു കേട്ടോ. തുമ്പ് ഇങ്ങനെ കേൾ ചെയ്തപ്പോ തന്നപ്പോ ജസ്റ്റ് സെറ്റിങ് അത്രേ ഉള്ളൂ. അത് അവരെന്നെ പറഞ്ഞത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്കറിയാലോ. പിന്നെ അങ്ങനെ നമ്മുടെ മുടിയൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് എന്തായാലും നമ്മുടെ ഫൈനൽ ലുക്ക് കാണണ്ട എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ നിങ്ങൾ പറയൂട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. നിങ്ങൾ പറയുമ്പോഴാണല്ലോ അറിയാൻ പറ്റുക. നമ്മളെ കാണുന്ന സ്ഥിരമായിട്ട് നിങ്ങളല്ല. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ലുക്ക്. പക്ഷെ വീട്ടിൽ വന്നത് കംപ്ലീറ്റ് വട്ടം കെട്ടി വെക്കും. ഈ ഒരു ലുക്ക് മാത്രം ഇപ്പൊ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോ നമ്മുടെ മുടി വെട്ടിയിട്ടാ. അപ്പൊ ഞാന് കുറെ പേർക്ക് വിഷമം ഉണ്ടാവും. വേറെ ഒന്നല്ല വെട്ടിയത്. നമ്മൾ ആ ഒരു 1 മന്തിലെ ട്രിപ്പ് പോയിട്ടേ ഉപ്പ് വെള്ളത്തിൽ കുളിച്ചിട്ട് കംപ്ലീറ്റ് മുടി ഡാമേജ് ആയി. അതായത് ഇങ്ങനെ പൊട്ടി പോവാ. അപ്പൊ പിന്നെ നമ്മള് ആ കുറച്ചങ്ങോട്ട് കട്ട് ചെയ്താലാണ് പിന്നെ നമുക്ക് നന്നായിട്ട് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ്. പിന്നെ എനിക്കൊരു മേക്ക് ഓവർ വേണമെന്ന് എനിക്കും തോന്നിയിരുന്നു. കാരണം ഡെലിവറി ഒക്കെ കഴിഞ്ഞ ഒരു ഇതായിട്ടിരിക്കല്ലോ. അപ്പൊ അങ്ങനെ ഒരു മനസ്സിലൊരു തോന്നല്. അപ്പൊ അതാണ് ഷോർട്ട് ഹെയർ ചെയ്തത്. പിന്നെ എനിക്ക് ഷോർട്ട് ഹെയർ ഭംഗിയുണ്ടെന്ന് കുറെ നമ്മൾ അന്ന് വെട്ടിയപ്പോഴും കുറെ പേര് പറഞ്ഞിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല തോന്നുന്നു മുടി വെട്ടിയിട്ട്. നിങ്ങൾ പറയൂട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ അമ്മു ഇതേ കട്ട് ചെയ്തു. അമ്മുവിന്റെ ഹെയർ ലെയർ കട്ട് ചെയ്തു. അത് പ്രത്യേകിച്ച് ഞാൻ അറിയണില്ല. അതുപോലെ തന്നെ ജസ്റ്റ് ലെയർ കട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത് ഈ കിടക്കുന്നത് ഇങ്ങനെ കിടക്കുന്ന നോക്കണ്ട, ഒരു സ്റ്റൈൽ ചെയ്ത് തന്നതാ. അത് കുറച്ച് കഴിഞ്ഞാൽ അതായത് എന്റെ മുടി പ്രത്യേകിച്ച് ഈ ഇങ്ങനെ ചുരുട്ടേച്ചൊന്നും നിൽക്കില്ല. എന്റെ മുടി അങ്ങനത്തെ ഒരു സൈസ് മുടിയാ. അവരെന്നെ പറഞ്ഞു ഇതിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇത് നല്ല സോഫ്റ്റ്, അവിടെ ചോദിക്കാൻ സോഫ്റ്റ് സ്മൂത്ത് മുടിയാണ്. അത് ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ കേളിംഗ് ഒക്കെ അവർ ചെയ്ത് തന്നതാണ്. നമ്മളങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് ഒരു വൃത്തിയായിട്ട് എടുക്കണം. പാൽ കുടിക്കാൻ വേണ്ടിട്ട് പറ്റാണ്ടേ. അവിടെ വയ്ക്കുമ്പോൾ ഞാനും അമ്മുവിന്റെ വീഡിയോ എടുക്കായിരുന്നു. പിന്നെ എന്റെ ഇതിന് അമ്മു എനിക്ക് വീഡിയോ എടുത്തു തരുമായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ പാലെടുക്കാനായിട്ട് നിന്നില്ല. അപ്പൊ അത് കാരണം ആൾക്ക് ഭയങ്കര ഒരു ഇത്. അപ്പോൾ പാൽ കുടിക്കാം. പിന്നെ നമ്മളിനി ട്രാഫിക് ഒക്കെ താണ്ടി വീട്ടിലേക്ക് പോവാട്ടാ. ഇനി ബാക്കി വിശേഷമൊക്കെ വീട്ടിൽ നിന്നിട്ട് പറയാം. അങ്ങനെ നമ്മൾ നീണ്ട എത്രയോ മണിക്കൂറുകളിലെ ബ്ലോക്കിന് ശേഷം വീണ്ടും യാത്രയിലാണ്. പോയിട്ടില്ല. നല്ല ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല ഞങ്ങൾ. കാരണം ബ്ലോക്ക് മഴ കുണ്ടും കുഴിയും. അപ്പൊ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വീട്ടില് നമുക്ക് ഫുഡില്ല. അപ്പൊ നമ്മൾ ഫുഡ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ പോകുന്ന കാരണം. സോ നമ്മൾ ഓർഡർ ചെയ്തു. അത് വരെയിരിക്കും, അല്ലെങ്കിൽ വാങ്ങിയിരിക്കും. ഈ മഴയത്ത് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ചിലപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് മേടിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ ചെന്നിട്ട് സന്ധിക്കാം. ഹലോ, അങ്ങനെ നമ്മള് എന്താ പറയാ വീട്ടിലെത്തി, ഭക്ഷണം കഴിച്ചു. ഇപ്പൊ എന്റെ മുടിയുമ്പോ പണി പഠിക്കലുണ്ട്. അമ്മോന്റെ പണി. ആയി പറ, ഹലോ പറ, ആയി പറ, ആയി. ഓ അപ്പോഴത്തേനാണ് ഹായ് പറഞ്ഞേ, പാർക്കുട്ടി ഹായ് പറഞ്ഞു. അപ്പൊ ഞങ്ങളിത് നമ്മുടെ മുടി ഇങ്ങനെ ഷോർട്ട് ആക്കിയപ്പോ കൊറേ പണികൾ പഠിക്കാലോ. അങ്ങനെ അമ്മൂത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് പറയൂ നമ്മുടെ ഹെയർ കട്ട് ചെയ്തത്. പിന്നെ ആ ചുരുട്ടിയതൊക്കെ പോയിട്ടോ. അതെന്റെ മുടി അങ്ങനെ നിൽക്കില്ല. എന്താന്ന് വെച്ചാല് എത്ര ചുരുട്ടിയാലും മുടി ഇങ്ങനെ കോലം മാതിരി കിടക്കും. പിന്നെ അവരെന്നെ പറഞ്ഞു ഈ മുടിയിൽ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യണ്ടായത്, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിടക്കണ മുടിയാതും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത്രയ്ക്ക് സോഫ്റ്റ് ടച്ച്, ഭയങ്കര ഫെദർ ലൈറ്റ് മാതിരി മുടിയുടെ ഓരോ ഇതിരിക്കണത് അങ്ങനെ. അപ്പൊ എന്തായാലും നമുക്ക് നിങ്ങൾ പറയൂ എങ്ങനെയുണ്ടെന്ന്. ഞാൻ കേട്ടിട്ടുണ്ട് നമുക്കിങ്ങനെ ഷോർട്ട് കട്ട് ചിലപ്പോൾ നമ്മളെ കുറച്ചൊന്ന്
ഏജ് എന്താ പറയാ, നമ്മളിങ്ങനെ കുറച്ചൊരു ഏജ് കുറഞ്ഞ മാതിരി തോന്നിക്കും ചിലർക്ക്. ഇത് നോക്കി കളിക്കും, ഇത് അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയില് വീണ്ടും കാണാം. അങ്ങനെ ആക്ക്. അമ്മൂന് വേണ്ടി ഞാൻ ഇത് വലുതാവുമ്പോഴേ ഭംഗി ഉണ്ടാവും കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് അങ്ങനെയാണ് ആ ഒരു ടൈപ്പ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ നമുക്ക് പിന്നെ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. ഇപ്പൊ ഏകദേശം മണി 10 അപ്പൊ 10 ആവണം. അപ്പൊ നമ്മുടെ പാറക്കുട്ടി ഇത് എവിടെ ഉണ്ട്? ഇപ്പൊ ഞങ്ങള് ഇനി ഉറങ്ങാൻ പോണില്ല. കാരണം പാറക്കുട്ടി ഫുള്ള് അവിടെ. പാറക്കുട്ടി എവിടെ? ഇവിടെ വരൂ. ഞങ്ങളിപ്പോ ഉറങ്ങില്ല. കാരണം പാറക്കുട്ടി ഉറങ്ങില്ല. എന്താന്ന് വെച്ചാല് വണ്ടിയിലിരുന്ന് ഫുള്ള് ഉറങ്ങി. അതുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ട് വേണ്ട ഉറങ്ങാൻ. അപ്പൊ അതുവരെ കാത്തിരിക്കന്നെ. പാറക്കുട്ടിക്ക് ഉറക്കം വരുന്നവരെ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കും. പിന്നെ അമ്മൂട്ടി വാങ്ങിയ സാധനം കണ്ടത്, അത് നമ്മുടെ ബീൻ ബാഗ്. ഇതിലിരിക്കാൻ പറ്റും അങ്ങനെ. അപ്പോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ കുറെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ നമുക്ക് അപ്പൊ പറയാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. മുടിയുടെ ഇത് കഴിഞ്ഞിട്ട് അവസാനം നിക്ക് ഞാൻ ഒന്നും ഇട്ടിട്ട് കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് മുടി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാല് നമ്മൾ ഇത്രയും നാള് കുറച്ച് നാളധികമായിട്ട് ലോങ് ഹെയർ ഉപയോഗിച്ചിട്ടേ. അപ്പൊ ഷോർട്ട് ഹെയർ അപ്പൊ ഷോർട്ട് ഹെയർ ആവുമ്പോ രസമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് എന്തായാലും വീഡിയോസിലൊക്കെ നമുക്ക് പതുക്കനെ ഓരോന്നൊക്കെ ചെയ്യാം പറ്റുന്ന പോലെയൊക്കെ. പിന്നെ പറഞ്ഞാല് നമുക്ക് നേരമില്ല, ഉണ്ണിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. നമുക്ക് ഇങ്ങനെ വട്ടം കെട്ടിയോട് വെക്കാം. വീഡിയോ എടുക്കാൻ വരുമ്പോ ഒരു പോണിയാ കിട്ടുക, അത്ര അങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ എന്തായാലും പിന്നെ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.